DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജ്യത്തെ 10 കോടിയോളം കർഷകർ കാത്തിരുന്ന സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത് ഗഡു വിതരണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. PM കിസാൻ സമ്മാൻ നിധിയുടെ ഡിസംബർ മുതൽ ഈ മാർച്ച് മാസം വരെയുള്ള 4 മാസത്തെ ഗഡുവായ 22ാം ഗഡു വിതരണത്തിനായി കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. 22ാം ഗഡു വിതരണം കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാർച്ച് 13 വൈകിട്ട് 5 മണിക്ക് PM കിസാന്റെ 22ാം ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആസാമിൽ വെച്ച് ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ നിർവഹിക്കും. PM കിസാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഇക്കാര്യം ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ മോദി കേരളത്തിലെത്തുമ്പോൾ മാർച്ച് 11 തുക വിതരണം ഉണ്ടാകുമെന്ന് സൂചനകളൊക്കെ എത്തിയിരുന്നെങ്കിലും കേരളത്തിൽ വെച്ച് വിതരണം ഉണ്ടാകില്ലെന്ന സ്ഥിരീകരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എത്തിയിരുന്നു. രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർ ഏറെ നാളായി കാത്തിരുന്ന ഈ 2000 രൂപ ഹോളിക്ക് തൊട്ടു പിന്നാലെ തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തുകയാണ്. ഈ ഗഡു വിതരണത്തിലൂടെ രാജ്യത്തെ ഏകദേശം 10 കോടിയോളം കർഷകർക്കായി 20,000 കോടിയിലധികം രൂപയാണ് സർക്കാർ കൈമാറുന്നത്. കേരളത്തിൽ മാത്രം ഏകദേശം 25 ലക്ഷത്തോളം കർഷകർക്ക് ഈ ആനുകൂല്യം ലഭിക്കും. കഴിഞ്ഞ തവണ സാങ്കേതിക കാരണങ്ങളാൽ തുക ലഭിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് മുടങ്ങിയ തുക കൂടി ചേർത്ത് 4000 രൂപ ഇത്തവണ അക്കൗണ്ടിലേക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. തുക തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് കർഷകർ തങ്ങളുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് മുൻകൂട്ടി പരിശോധിച്ച് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അവ പരിഹരിക്കേണ്ടതായിരുന്നു. eKYC, ആധാർ, ബാങ്ക് അക്കൗണ്ട് സീഡിംഗ്, ലാൻഡ് സീഡിംഗ് എന്നീ 3 കാര്യങ്ങൾ കൃത്യമാണോ എന്ന് കർഷകർ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ടാൽ ആനുകൂല്യം ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ ഈ തടസ്സങ്ങൾ നീക്കി സ്റ്റാറ്റസ് ശരിയാക്കിയാൽ മുടങ്ങിയ ആനുകൂല്യവും പിന്നീട് ലഭിക്കുന്നതാണ്. ആധാർ അധിഷ്ഠിതമായ വിതരണമായതിനാൽ തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തിച്ചേരുക. വായ്പാ ആവശ്യങ്ങൾക്കായോ മറ്റേതെങ്കിലും ബാങ്കിൽ പുതുതായി അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആധാർ സീഡഡ് അക്കൗണ്ടായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുവരെ ഗഡുത്തുക ലഭിച്ച അക്കൗണ്ടിന് പകരം പുതിയ അക്കൗണ്ടിലേക്ക് തുക മാറിയെത്തുവാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഫാർമർ ID എടുക്കാൻ സൗകര്യം ഉണ്ടായിരുന്നുവെങ്കിലും ചിലയിടങ്ങളിൽ ഇത് തടസ്സപ്പെട്ടിരുന്നു. എന്നാൽ ഫാർമർ ID ജനറേറ്റ് ചെയ്യാത്തവർക്ക് തുക ലഭിക്കില്ലെന്ന് നേരത്തെ അറിയിപ്പുകൾ വന്നിരുന്നെങ്കിലും കേരളത്തിൽ ഫാർമർ ID ജനറേറ്റ് ചെയ്യാൻ തടസ്സങ്ങൾ നേരിടുന്നതിനാൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനാൽ ഫാർമർ ID ഇല്ലാത്തവർക്ക് ഇപ്രാവശ്യം ആനുകൂല്യം ലഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കിസാൻ നിധിയുടെ വിതരണം ബാങ്ക് അക്കൗണ്ട് നമ്പർ അധിഷ്ഠിതമായല്ല, ഗുണഭോക്താവിന്റെ ആധാർ നമ്പർ അധിഷ്ഠിതമായാണ്. അതിനാൽ എനേബിൾഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലാണ് തുക എത്തുക. ബാങ്ക് അക്കൗണ്ട് ആധാർ എനേബിൾ അല്ലെങ്കിൽ തുക മടങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും കാരണവശാൽ തുക അക്കൗണ്ടിൽ എത്തിയില്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണം പോർട്ടലിൽ സ്റ്റാറ്റസ് പരിശോധിച്ച് കണ്ടെത്തി അത് പരിഹരിച്ചാൽ മുടങ്ങിയ തുക പിന്നീട് എത്തിച്ചേരുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.